നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് തുടർന്നുള്ള പക ഇസ്രയേൽ ഇനിയും മാറിയിട്ടില്ല. ഇസ്രയേൽ സൈന്യം പ്രദേശത്ത് നിന്ന് പിൻവാങ്ങിയതിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ കൂട്ട ശവക്കുഴിയിൽ നിന്ന് 50 പലസ്തീൻകാരുടെ മൃതദേഹങ്ങളാണ് ഗാസയിലെ എമർജൻസി സർവീസുകൾ പുറത്തെടുത്തത്. ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് 50 പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഗാസയുടെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചത്. മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്തതാണ് എന്നാണ് സിവിൽ ഡിഫൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വഫ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത്. ദിവസങ്ങൾ നീണ്ടുനിന്ന തീവ്രമായ ബോംബാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ നാസർ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തുകയും മെഡിക്കൽ കോംപ്ലക്സിൽ അഭയം പ്രാപിച്ച ഡസൻ കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തിരുന്നു. ആശുപത്രി നിരവധി തവണ ഇസ്രായേൽ സൈന്യം റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയത് കഴിഞ്ഞ മാസമായിരുന്നു. 100 കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ട ഇസ്രായേൽ റെയ്ഡിനു ശേഷം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രിയും നശിപ്പിക്കപ്പെട്ടിരുന്നു. ഗാസ മുനമ്പിലെ 2ാമത്തെ വലിയ നഗരമായ ഖാൻ യൂനിസിനെ ഡിസംബറിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയും താമസക്കാരെയെല്ലാം വീടുകളിൽ നിന്ന് നിർബന്ധമായി പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് നടക്കുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിനടുത്തുള്ള നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ റെയ്ഡിൽ 14 പേരാണ് വെടിവയ്പിലും തീവ്രവാദ ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടിട്ടുള്ളത്. പലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ നൂർ ഷംസിനെതിരായ റെയ്ഡിനെ 48 മണിക്കൂർ ആക്രമണം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ ബേക്കറി, വാണിജ്യ കടകൾ, വീടുകൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും സ്വത്തുകളും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹെബ്രോണിനടുത്തുള്ള ബെയ്റ്റ് എനൂൺ ജംഗ്ഷനിലെ ഇസ്രായേൽ ചെക്ക് പോസ്റ്റിനു നേരെ ഞായറാഴ്ച നടന്ന ഏറ്റുമുട്ടലിനു നേരെയും ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 ആക്രമികളെ കൊലപ്പെടുത്തി. നബ്ലസ് നഗരത്തിന് തെക്ക് അൽസാവിയ ഗ്രാമത്തിലും ഒരു പലസ്തീൻ ആംബുലൻസ് ഡ്രൈവർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നൂർ ഷംസിൽ നടത്തിയ റെയ്ഡിനിടെ 10 സായുധ സംഘങ്ങൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 7-ന് ഖാൻ യൂനിസിൽ നിന്ന് കരസേനയെ പിൻവലിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇതിനുശേഷം ഇസ്രയേലി ആക്രമണത്തെ തുടർന്ന് തകർന്നു കിടക്കുന്ന നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും പലസ്തീനികൾ ഇപ്പോൾ തിരിച്ചുവരികയാണ്. അവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഇത്തരം കൂട്ട കുഴിമാടങ്ങളും കാണപ്പെടുന്നത്. പലസ്തീൻ ജനതയ്ക്കെതിരായ ഭരണകൂടത്തിന്റെ തീവ്രമായ ക്രൂരതകൾക്ക് പ്രതികാരമായി അധിനിവേശ സ്ഥാപനത്തിനെതിരെ പലസ്തീൻ ഹമാസ് റെസിഡൻസ് ഗ്രൂപ്പ് ചരിത്രപരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം ഒക്ടോബർ 7-ന് ഉപരോധിച്ച ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ തന്നെയാണ് നടത്തുന്നത്. ടെല്ലവീവ് ഭരണകൂടം ഇതുവരെ 34,049 പലസ്തീനികളെ കൊല്ലുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 76,901 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ റഫയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 16 പലസ്തീൻകാരിൽ ഒരു ഗർഭിണിയും 6 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ. യുവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നബ്ലസിന് തെക്ക് ആക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീനികളെ എത്തിക്കാൻ ശ്രമിച്ച ആംബുലൻസ് ഡ്രൈവറെ ഇസ്രയേൽ കുടിയേറ്റക്കാരാണ് വെടിവെച്ചു കൊന്നത്. നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ റെയ്ഡിനിടെ 14 പേരെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഗാസയ്ക്കെതിരായ യുദ്ധത്തിനും ഇറാനുമായുള്ള പിരിമുറുക്കത്തിനും ഇടയിൽ US പ്രതിനിധി സഭ ഇസ്രയേലിന് $26 ബില്യൺ ധനസഹായം നൽകിയത്. പാക്കേജ് ഇപ്പോൾ സെനറ്റിന്റെ അംഗീകാരത്തിനായി പോകുമെന്ന് അറിയുന്നു. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 34,049 പലസ്തീനുകൾ കൊല്ലപ്പെടുകയും 76,901 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ മരിച്ചവരുടെ എണ്ണം 1,139 ഇതിനുള്ള പകരം വീട്ടലാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.